ജൂൺ 30, 2014 സ്ഥലം ജർമ്മനി. ലാർസ് മിട്ടാങ്ങും അദ്ദേഹത്തിന്റെ 4 കൂട്ടുകാരും ചേർന്ന് ബൾഗേറിയയിലേക്ക് ഒരു ട്രിപ്പ് പോകുവാനായിട്ട് തീരുമാനിച്ചു. വൈകാതെ അവർ അവിടെ എത്തി. ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അതിനുശേഷം ബൾഗേറിയയിൽ അവർ കാണണമെന്ന് ആഗ്രഹിച്ച സ്ഥലമെല്ലാം വലിയ സന്തോഷത്തോടെ ചുറ്റിക്കണ്ടു. അങ്ങനെ യാത്ര പൂർണ്ണമായിട്ടും ആസ്വദിച്ച് ട്രിപ്പെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് ജർമ്മനിയിലേക്ക് വരുവാനായിട്ട് ലാർസ് മിട്ടാങ്ക് ബൾഗേറിയയിലെ വെർണ എന്നു പേരുള്ള എയർപോർട്ടിലേക്ക് വരികയാണ്. എയർപോർട്ടിൽ എപ്പോഴും നടക്കും പോലെ ചെക്ക് ഇൻ പ്രക്രിയകൾ നടക്കുന്നു. ഒടുവിൽ നിങ്ങളുടെ പ്രോസസ്സ് എല്ലാം ശരിയായി, ഇനി നിങ്ങൾക്ക് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ പോകാമെന്ന് അവർ ലാർസിനോട് പറഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം ലാർസ് മിട്ടാങ്കിന്റെ ഭാവം മാറി. അയാൾ എന്തിനെയോ കണ്ട് ഭയന്നതുപോലെ ചുറ്റും നോക്കി. വളരെ ഭയത്തോടെയാണ് അവൻ അവരോട് സംസാരിച്ചത്. ലാർസ് മിട്ടാങ്ക് എന്താണ് പറയുന്നതെന്ന് എയർപോർട്ടിലെ ഓഫീസർമാർക്ക് അപ്പോൾ മനസ്സിലായില്ല. അപ്പോഴാണ് താൻ കൊണ്ടുവന്ന ലഗേജുകളും ബാഗ്, ഫോണ് അങ്ങനെ തുടങ്ങി തൻ്റെ കൈവശമുള്ള എല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ച് എന്തോ കണ്ട് ഭയന്നതുപോലെ എയർപോർട്ടിൽ നിന്നും അയാൾ പുറത്തേക്ക് ഓടിയത്. ലാർസ് മിട്ടാങ്ക് ഓടുന്നത് അവിടെയുള്ള എയർപോർട്ട് CCTVയിലും റെക്കോർഡായിരുന്നു. അങ്ങനെ ഓടിപ്പോയ ലാർസിന് പിന്നീട് എന്തു സംഭവിച്ചു? അവൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കൾ ആ സമയത്ത് എവിടെയായിരുന്നു? എന്തായിരിക്കും അവനെ ഭയപ്പെടുത്തിയത്? ബൾഗേറിയയിൽ വെച്ച് വെക്കേഷൻ ആസ്വദിക്കുന്ന സമയത്ത് ലാർസിന് സംഭവിച്ച ഒരു ചെറിയ പ്രശ്നമായിരുന്നു ഇതിൻ്റെ എല്ലാം കാരണം. അതോടൊപ്പം ഈ സംഭവം പിൽക്കാലത്ത് ടോപ്പ് 10 അൺസോൾവ്ഡ് മിസ്റ്ററി ആയിട്ട് മാറി. തൊട്ടു പിന്നാലെ ലാർസിന്റെ തിരോധാനത്തിലേക്ക് വെളിച്ചം വീശുന്ന ഏതാനും തിയറികളും പിൽക്കാലത്തുണ്ടായി. അതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. കഥയിലേക്ക് പോവാം. 1989 ഫെബ്രുവരി 9 ജർമ്മനിയിലാണ് ലാർസ് മിട്ടാങ്ക് ജനിച്ചത്. വളരെ സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ജർമ്മനിയിലുള്ളൊരു പവർ പ്ലാന്റിലാണ് അയാളുടെ ജോലി. അതുപോലെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ലാർസിന് വലിയ ഇഷ്ടമാണ്. അതൊരു ഹരമായിരുന്നു അയാൾക്ക്. ലാർസിന്റെ സുഹൃത്തുക്കൾ അവനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ലാർസ് എപ്പോഴും കോമഡി പറഞ്ഞുകൊണ്ടിരിക്കും, ചുറ്റുമുള്ള എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. എത്ര മോശം അന്തരീക്ഷമാണെങ്കിലും അവൻ വരുമ്പോൾ കഥയാകെ മാറും. അവനെ ഒരു പീസ് മേക്കറായിട്ടാണ് അവർ ഓർക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 2014 ജൂൺ 30 ലാർസും അദ്ദേഹത്തിന്റെ 4 കൂട്ടുകാരും ചേർന്ന് ബൾഗേറിയയിലേക്ക് ഒരു വിമാനയാത്ര പോകാമെന്ന് തീരുമാനിച്ചത്. വൈകാതെ അവർ ബൾഗേറിയയിലെത്തി. അവിടെയുള്ള ഗോൾഡൻ സാൻസ എന്ന റിസോർട്ടിൽ മുറിയെടുത്തു. ബീച്ചും ക്ലബും ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വലിയ സന്തോഷത്തോടെ ആസ്വദിച്ചു കണ്ടു. പ്ലാൻ ചെയ്തതുപോലെയാണ് കാര്യങ്ങളെല്ലാം മുൻപോട്ട് പോയത്. എന്നാൽ ആ ട്രിപ്പ് അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസം കഥയാകെ മാറി. അവരുടെ അത്രയും ദിവസമുള്ള സന്തോഷം അവസാനിച്ചു. അതിൻ്റെ കാരണം ഇതായിരുന്നു: ട്രിപ്പ് അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസം ജൂലൈ 6 അവിടെയുള്ളൊരു ബാറിലേക്ക് എല്ലാവരും പോയി. ആ സമയത്ത് ബാറിലുള്ള സ്ക്രീനിൽ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട്. SW വേഡർ ബ്രീമാൻ എന്ന ക്ലബ്ബും അതുപോലെ FC ബയൺ മ്യൂണിച്ച് എന്ന ക്ലബ്ബും തമ്മിലായിരുന്നു തീ പാർന്ന മത്സരം. നമുക്കറിയാം, ലാർസിന് ഫുട്ബോൾ എന്ന ജീവനാണ്. അവൻ ആകാംക്ഷയോടെ ആ മാച്ച് കണ്ടു. അതിനിടയിൽ ആ ഗെയിമിൽ ലാർസിന് ഇഷ്ടമുള്ള ടീം, അതായത് SV വേഡർ ബ്രീമാൻ ഈ മാച്ച് ജയിക്കുമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ചില ബൾഗേറിയക്കാർക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ലാർസ് ജയിക്കുമെന്ന് പറഞ്ഞ വേഡർ ബ്രീമാൻ ക്ലബിന്റെ എതിർ ടീമായ FC ബയൺ മ്യൂണിച്ചിനെ ആയിരുന്നു അവർ സപ്പോർട്ട് ചെയ്തത്. അതോടെ അവർ ലാർസിനോട് ചൂടായി. ബാറിൽ വെച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വാക്കുതർക്കമുണ്ടായി. ആകെപ്പാടെ പ്രശ്നമായി. ബാറിലെ ജോലിക്കാർ ലാർസിനെയും കൂട്ടുകാരെയും അതുപോലെ ആ ബൾഗേറിയക്കാരെയും ബാറിൽ നിന്നും ചവിട്ടി പുറത്താക്കി. അപ്പോൾ അവിടെ വെച്ച് പരസ്പരം ഇരു കൂട്ടരും തമ്മിൽ അടിയോ പിടിയോ മറ്റോ ഉണ്ടായില്ല. ആ പ്രശ്നം അവിടെ വെച്ച് അവസാനിച്ചു. അങ്ങനെയാണ് അവർ വിചാരിച്ചത്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ അന്ന് രാത്രിയിൽ ലാർസും കൂട്ടുകാരും അടുത്തുള്ള മക്ഡൊണാൾഡ്സിൽ നിന്നും ആഹാരം വാങ്ങുവാൻ പോയി. ആ സമയത്ത് ലാർസ് മിട്ടാങ്ക് വലിയ മൂഡ് ഓഫിലായിരുന്നു. അതുകൊണ്ട് അവൻ കടയുടെ ഉള്ളിലേക്ക് കയറിയില്ല. കൂട്ടുകാരാണ് മക്ഡൊണാൾഡ്സിന്റെ ഉള്ളിലേക്ക് കയറിയത്. ലാർസിന്റെ കൂട്ടുകാർ ആഹാരമെല്ലാം വാങ്ങിയ ശേഷം പുറത്തു വന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു: അയാളെ എവിടെയെങ്കിലും കാണുന്നില്ല. അവരെപ്പോൾ വിചാരിച്ചത് ഇങ്ങനെയാണ്: ലാർസ് മൂഡ് ഓഫിലായിരുന്നല്ലോ, ഒരു പക്ഷേ അവൻ ഇതിനോടകം ഹോട്ടൽ റൂമിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ വിചാരിച്ച് അവരെല്ലാവരും ഹോട്ടൽ റൂമിലേക്ക് തിരിച്ചു. എന്നാൽ ഹോട്ടലിൽ വന്ന് നോക്കിയപ്പോഴും ലാർസിനെ അവിടെയും കണ്ടില്ല. അവരപ്പോഴും അതത്ര കാര്യമായിട്ടെടുത്തില്ല. അവൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എവിടെയെങ്കിലും കറങ്ങുവാനായിട്ട് പുറത്തു പോയതായിരിക്കും, വൈകാതെ തിരിച്ചു വരും. അങ്ങനെയാണ് അവർ വിചാരിച്ചത്. എന്നാൽ ലാർസ് പിറ്റേ ദിവസം രാവിലെയാണ് റൂമിലേക്ക് വന്നത്. വന്ന പാടെ തൻ്റെ കൂട്ടുകാരോട് അവൻ പറഞ്ഞ കഥ ഇതായിരുന്നു: കഴിഞ്ഞ രാത്രിയിൽ ഞാൻ മക്ഡൊണാൾഡ്സിന് പുറത്ത് നിൽക്കുമ്പോൾ ബൾഗേറിയൻ ആളുകളാണോ അതോ റഷ്യക്കാരാണോ എന്നറിയില്ല,
ഒരു സംഘം ആളുകൾ വന്ന് എന്നെ ആക്രമിച്ചു. ആ ബാറിൽ വെച്ച് ഞാനുമായിട്ട് പ്രശ്നമുണ്ടാക്കിയവർ പറഞ്ഞിട്ടാണ് എന്നെ അടിക്കുവാനായിട്ട് വന്നത് എന്നവർ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഈ കഥ കേട്ട ലാർസിന്റെ കൂട്ടുകാർക്ക് ഒന്നും മനസ്സിലായില്ല. നീ എന്തിനാണ് ഓടുവാൻ പോയത്? അവർ ചോദിച്ചു. മക്ഡൊണാൾഡ്സിന്റെ പുറത്ത് വെച്ചാണല്ലോ അവർ നിന്നെ ആക്രമിച്ചത്. ഞങ്ങളപ്പോൾ കടയുടെ ഉള്ളിലുണ്ടായിരുന്നല്ലോ. നീ കടയുടെ ഉള്ളിലേക്ക് വന്ന് ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഇല്ല, എനിക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല, ലാർസ് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം രാത്രി മുഴുവനും നീ എവിടെയായിരുന്നു? അതെല്ലാം പോകട്ടെ, നീ തിരിച്ചു വന്നല്ലോ, അതുതന്നെ വലിയ സന്തോഷം. ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. ഈ പ്രശ്നം ഇനിയും വലുതാക്കണ്ട. അപ്പോൾ ലാർസ് അവരോട് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ ചെവിയിൽ അവർ ശക്തിയായിട്ട് അടിച്ചിരുന്നു. എനിക്കിപ്പോൾ തലയ്ക്ക് നല്ല വേദനയുണ്ട്. അപ്പോൾ കൂട്ടുകാർ അവനോട്, അങ്ങനെയെങ്കിൽ ഫ്ലൈറ്റിൽ കയറും മുൻപായിട്ട് നമുക്കൊരു ഡോക്ടറെ കണ്ട് പരിശോധിക്കാം. വൈകാതെ ലാർസ് അവരുടെ നിർദ്ദേശപ്രകാരം ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഡോക്ടർ അയാളെ പരിശോധിച്ചിട്ട്, നിങ്ങളുടെ ഇയർ ഡ്രം ഡാമേജ് ആയിട്ടുണ്ട്, എത്രയും വേഗം നിങ്ങളൊരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ലാർസ് അദ്ദേഹത്തോട്, എനിക്ക് പോകേണ്ട ഫ്ലൈറ്റ് ഇന്നാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്തു കൊള്ളാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും ടാബ്ലറ്റുകൾ തരൂ എന്ന് പറഞ്ഞു. ഡോക്ടർ അയാൾക്ക് സിഫ്രോക്സിം എന്ന ടാബ്ലറ്റ് നൽകി. അപ്പോഴും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇന്ന് ഫ്ലൈറ്റിൽ പോകരുത്. കാരണം ഇതുപോലെ തകരാറിലായ ഇയർ ഡ്രമ്മുമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്താൽ അത് ഇനിയും വലിയ പ്രശ്നമാവും. അതുകൊണ്ട് 1-2 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മതി യാത്ര. ലാർസ് റൂമിൽ വന്ന് കൂട്ടുകാരോട് ഡോക്ടറുടെ നിർദ്ദേശം പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടുകാർ, ശരി, അങ്ങനെയെങ്കിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നില്ല. നിന്റെ കൂടെ തന്നെ താമസിച്ച് നിനക്ക് ഭേദമായ ശേഷം എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ലാർസ് ഇതിന് സമ്മതിച്ചില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട, നിങ്ങൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ 1-2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മനസ്സില്ലാ മനസ്സോടെ ലാർസിന്റെ കൂട്ടുകാർ നാട്ടിലേക്ക് പോയത്. അതിനുശേഷം ലാർസ് എയർപോർട്ടിനടുത്തുള്ള ദി ഹോട്ടൽ കളർ എന്ന ഹോട്ടലിലേക്ക് പോയി. ഇവിടെ മുതലാണ് ലാർസിന്റെ പെരുമാറ്റം വളരെ വിചിത്രമായിട്ട് മാറുവാൻ തുടങ്ങിയത്. അന്ന് രാത്രി 11 മണിയോടെ തൻ്റെ അമ്മയായ സാന്ദ്ര മിട്ടാങ്കിനെ അവൻ ഫോണിൽ വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഉടൻ തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, ഡെബിറ്റ് കാർഡുകൾ എല്ലാം ഫ്രീസ് ചെയ്യണം. ഇത്രയും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു. സാന്ദ്രയ്ക്ക് ഒന്നും മനസ്സിലായില്ല. എന്തിനാണ് അവൻ ഈ വിചിത്രമായിട്ടുള്ള ആവശ്യം പറയുന്നത്? അതിനുശേഷം കുറച്ചു കഴിഞ്ഞ് വെളുപ്പിന് 3 മണിയോടെ ലാർസ് വീണ്ടും അമ്മയെ വിളിച്ചു. ഇത്തവണ വളരെ പതുക്കെ മന്ത്രിച്ചുകൊണ്ടാണ് അവൻ സംസാരിച്ചത്. ഇതേക്കുറിച്ച് സാന്ദ്ര മിട്ടാങ്ക് പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ മകനെന്ന് സംസാരിച്ചപ്പോൾ വലിയ ഭയത്തിലായിരുന്നു. അതെനിക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. അന്ന് രാത്രിയിൽ ഞാൻ കുറച്ചുകൂടി ചോദ്യങ്ങൾ അവനോട് ചോദിക്കേണ്ടതായിരുന്നു, എന്നാൽ കഴിഞ്ഞില്ല. അവൻ എന്നോട് പറഞ്ഞത്, അമ്മേ, ചിലർ എന്നെ കൊല്ലുവാനായിട്ട് നോക്കുന്നു. തീർച്ചയായിട്ടും അവർ എന്നെ കൊല്ലുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ ചുറ്റിപ്പറ്റി അവർ നിൽപ്പുണ്ട്. എനിക്കിനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഇത് കേട്ടാൽ ലാർസിൻ്റെ അമ്മ ഞെട്ടിപ്പോയി. അതോടൊപ്പം കോൾ കട്ടായി. കുറച്ച് കഴിഞ്ഞൊരു മെസ്സേജ് അവർക്ക് കിട്ടി. ആ മെസ്സേജിൽ ലാർസ് ഡോക്ടർ അയാൾക്ക് കുറിച്ചു കൊടുത്ത ടാബ്ലറ്റിന്റെ പേര് എഴുതിയിരുന്നു. ഇതെന്ത് ടാബ്ലറ്റ് ആണെന്ന് അവൻ ചോദിച്ചു. എന്നാൽ അതേക്കുറിച്ച് അവർക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു. പിന്നീട് അത് സാധാരണയായിട്ട് ഇയർ ഡ്രം ഡാമേജിന് നൽകുന്ന ടാബ്ലറ്റ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു വിധത്തിൽ നേരം വെളുത്തു. അടുത്ത ദിവസം രാവിലെ ലാർസ് മിട്ടാങ്ക് എയർപോർട്ടിലേക്ക് പോയി. എയർപോർട്ടിൽ നിന്നുകൊണ്ട് അവൻ സാന്ദ്രയെ വീണ്ടും വിളിച്ചു. അപ്പോൾ സാന്ദ്ര അവനോട്, നീ എന്തിനാണ് ഇങ്ങനെ വളരെ വിചിത്രമായിട്ട് പെരുമാറുന്നത്? എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു. അതെല്ലാം പോകട്ടെ, നീ എയർപോർട്ടിലെത്തിയല്ലോ, സമാധാനമായി. എങ്കിലും നീ എയർപോർട്ടിലെ ഡോക്ടറെ ഒന്നുകൂടി കണ്ട് ഒരു തവണ കൂടി ചെക്കപ്പ് ചെയ്തിട്ട് ഫ്ലൈറ്റിൽ കയറിയാൽ മതി. ലാർസ് മിട്ടാങ്കും അമ്മ പറഞ്ഞതുപോലെ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഇതെല്ലാം എയർപോർട്ടിലെ CCTVയിൽ റെക്കോർഡായിട്ടുണ്ട്. ലാർസിനെ പരിശോധിച്ച ഡോക്ടർ, എല്ലാം ഓക്കെയാണ്, ഇനി നിനക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഡോക്ടർ അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഡോക്ടറുടെ മുൻപിൽ ഇരിക്കുമ്പോഴും ലാർസ് വല്ലാതെ പേടിച്ചതുപോലെയാണ് ഇരിക്കുന്നത്. അവൻ പേടിയോടെ ഇടം വലം നോക്കുന്നുമുണ്ട്. ഏകദേശം 45 മിനിറ്റോളമാണ് ലാർസ് ഡോക്ടറുടെ റൂമിലിരുന്നത്. ഇതിനിടയിൽ ഡോക്ടറും ലാർസും ഇരിക്കുന്ന മുറിയിലേക്ക് ഒരു നിർമ്മാണ തൊഴിലാളി വന്നു. കാരണം ആ സമയത്ത് എയർപോർട്ടിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യം സംസാരിക്കുവാനായിരുന്നു അയാൾ അവിടേക്ക് വന്നത്. ഇപ്പോൾ കടന്നു വന്ന കൺസ്ട്രക്ഷൻ വർക്കറെ ലാർസ് ഒന്ന് നോക്കി. ആ സമയത്ത് അവന് എന്താണ് തോന്നിയതെന്ന് അറിയില്ല. പെട്ടെന്ന് ലാർസ് താൻ കൊണ്ടുവന്ന ലഗേജ്, മൊബൈൽ ഫോൺ എന്നുവേണ്ട തൻ്റെ കൈവശമുള്ള എല്ലാ സാധനങ്ങളും അവിടേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഡൈ ഹിയർ, ഐ ഡോണ്ട് വാണ്ട് ടു ഡൈ ഹിയർ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. പിന്നെ ആ മുറിയിൽ നിന്നും പുറത്തു ചാടി. അതിനുശേഷം എയർപോർട്ടിൽ നിന്നും വേഗത്തിൽ പുറത്തേക്ക് ഓടുവാൻ തുടങ്ങി. എയർപോർട്ട് വിട്ട് പുറത്തു വന്ന അവൻ കുറച്ച് ദൂരം കൂടി മുൻപോട്ട് ഓടി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കാട് പിടിച്ചൊരു സ്ഥലത്തേക്ക് കയറി മറഞ്ഞു. അതിനുശേഷം ആരും അയാളെ കണ്ടിട്ടില്ല. ലാർസ് മിട്ടാങ്ക് എവിടെയാണുള്ളതെന്നോ എവിടേക്കാണ് പോയതെന്നോ ആർക്കും അറിയില്ല. അന്ന് CCTVയിൽ പതിഞ്ഞ വീഡിയോ ആണ്
നിങ്ങളിപ്പോൾ കാണുന്നത്. ലാർസ് എന്തിനാണ് ഇങ്ങനെ വിചിത്രമായിട്ട് പെരുമാറിയത്? എന്തിനാണ് എന്തോ കണ്ട് പേടിച്ചതുപോലെ ഓടിപ്പോയത്? അതൊരു സമസ്യയാണ്. എങ്കിലും അതിൻ്റെ കാരണം ഇതായിരിക്കുമെന്ന് പലരും പല തിയറികളും മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചില തിയറികൾ നമുക്ക് നോക്കാം. തിയറി നമ്പർ 1, ഇന്റർനെറ്റിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു തിയറിയാണിത്. പോലീസ് ലാർസിന് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചു. അവൻ അവസാനമായിട്ട് താമസിച്ച ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അത് കണ്ട് അവർ ഞെട്ടിപ്പോയി. ലാർസ് തൻ്റെ അമ്മയ്ക്ക് 11 മണിക്കൊരു കോൾ ചെയ്തിരുന്നു. അതിനുശേഷം 3 മണിക്ക് മറ്റൊരു കോൾ ചെയ്തു. ഇതിനിടയിൽ മറ്റൊരു സംഭവമുണ്ടായി. രാത്രി 1 മണിയോടെ ലാർസ് ആ ഹോട്ടലിൻ്റെ ഇടനാഴിയിലൂടെ വല്ലാതെ പേടിച്ച് ഒളിച്ചൊളിച്ചൊന്നോണം നടന്നു വരുന്നതും പോകുന്നതും കണ്ടെത്തി. ഒരു ഘട്ടത്തിൽ അവിടെയുള്ള ലിഫ്റ്റിൽ കയറി അല്പസമയം അവൻ ഒളിച്ചിരുന്നു. അതിനുശേഷം ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് പോയി. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. ആ 1 മണിക്കൂർ സമയം ലാർസ് എവിടേക്കാണ് പോയതെന്ന് ആർക്കും അറിയില്ല. രാവിലെ 6 മണിയോടെ അയാൾ ഒരു ടാക്സി വിളിച്ചു. എന്നിട്ട് അതിൽ കയറി എയർപോർട്ടിലേക്ക് പോയെന്ന് മനസ്സിലായി. പോലീസ് ആ ടാക്സി ഡ്രൈവറെ കണ്ടെത്തി അയാളെ ചോദ്യം ചെയ്തു. അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ലാർസ് വളരെ ശാന്തനായിട്ടാണ് കാറിൽ ഇരുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണികൾ ആ സമയത്ത് വളരെ വലുതായിരുന്നു. ഈ അവസ്ഥയെ ഡെലേറ്റഡ് പുപ്പിൾസ് എന്നാണ് വിളിക്കുക. ഞാൻ അയാളെ എയർപോർട്ടിൽ ഇറക്കി വിട്ടു. ഇത്രയുമാണ് എനിക്കറിയാവുന്നത്. ഇത് വെച്ച് നോക്കിയാൽ അന്ന് ഇങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. മിട്ടാങ്ക് തൻ്റെ കൂട്ടുകാരുടെ ഒപ്പം മക്ഡൊണാൾഡ്സിൽ നിൽക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അവനെ ആക്രമിച്ചല്ലോ. ആ സമയത്ത് അവൻ്റെ തലയിൽ ശക്തമായിട്ടുള്ള അടിയേറ്റിരിക്കാം. അതുകൊണ്ടായിരിക്കണം അവൻ്റെ പെരുമാറ്റം വളരെ വിചിത്രമായിട്ട് മാറിയത്. അതുകൊണ്ടായിരിക്കണം അവൻ അമ്മയെ വിളിച്ച് അങ്ങനെ സംസാരിച്ചതും ഇടനാഴിയിലൂടെ പേടിച്ചൊന്നോണം സഞ്ചരിച്ചതും. അവന് ഇതിനു മുൻപ് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുമില്ല. കഴിഞ്ഞ 2019 മറ്റൊരു സംഭവം ഉണ്ടായി. ഒരു ട്രക്ക് ഡ്രൈവർ ലാർസിനെ താൻ കണ്ടുവെന്ന് അവകാശപ്പെട്ടു. ഒരു ദിവസം അയാൾ ട്രക്കും ഓടിച്ചു പോകുമ്പോൾ ഒരു വ്യക്തി ലിഫ്റ്റ് ചോദിച്ചു. അയാളെ കണ്ടതും ഡ്രൈവർക്ക് ഒരു സംശയം തോന്നി. കാരണം ഈ കേസിനെ പറ്റി അയാൾ ഇന്റർനെറ്റിൽ ധാരാളം വായിച്ചിട്ടുണ്ട്. ലിഫ്റ്റ് ചോദിച്ചയാൾ കാണുവാനായിട്ട് ലാർസിനെ പോലെ തന്നെയുണ്ട്. എന്നാൽ പോലീസ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചില്ല. ഈ അവകാശവാദത്തിൽ എത്രമാത്രം സത്യമുണ്ടെന്നും അറിയില്ല. തിയറി നമ്പർ 2. ഈ തിയറി പ്രകാരം ബാറിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയ ആ പ്രദേശവാസികൾ തന്നെയാണ് ലാർസിനെ കൊലപ്പെടുത്തിയത്. അവരവനെ ആക്രമിച്ചതുകൊണ്ട് വളരെ ഭയത്തിലായിരുന്നു അവൻ കഴിഞ്ഞത്. അവർ സദാസമയത്തും അവനെ നിരീക്ഷിച്ചിരുന്നു. ഇത് ലാർസിനും മനസ്സിലായി. പേടി മൂലം എയർപോർട്ടിന് പുറത്തു വന്ന ലാർസിനെ അവർ കൊലപ്പെടുത്തിയിരിക്കാം. അതിനുശേഷം അവനെ എവിടെയെങ്കിലും മറവ് ചെയ്തിരിക്കാം. അതുകൊണ്ടാണ് ഇന്നുവരെ ജഡം പോലും കണ്ടുകിട്ടാത്തത്. തിയറി നമ്പർ 3. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു തിയറിയാണ്. ഈ തിയറി പ്രകാരം ലാർസ് തൻ്റെ പഴയ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടി പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് തീരുമാനിച്ചു കാണും. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം വ്യാജമായിട്ടുണ്ടാക്കിയിട്ട് എവിടേക്കോ പോയത്. അയാൾ ഇന്നും എവിടെയെങ്കിലും തനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതവും ജീവിച്ചുകൊണ്ട് കഴിയുന്നുണ്ടാവും. എന്നാൽ ഗ്രാൻഡി എന്ന വളരെ പ്രശസ്തനായ മെൻ്റൽ ഹെൽത്ത് കൗൺസിലർ ഈ തിയറിയെ എതിർക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരിക്കലും ലാർസ അങ്ങനെ ചെയ്യുവാനായിട്ട് സാധ്യതയില്ല. അങ്ങനെ ഒളിച്ചോടുവാൻ മാത്രം അവൻ്റെ ലൈഫിൽ വലിയ പ്രശ്നങ്ങളോ കടബാധ്യതയോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. എല്ലാം വളരെ നന്നായിട്ടാണ് പോയത്. നല്ല ജോലിയുണ്ട്, കാമുകിയുണ്ട്, അമ്മയോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. അതുകൊണ്ട് അവനെ പുതിയൊരു ജീവിതം അന്വേഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. തിയറി നമ്പർ 4. ഈ തിയറി പ്രകാരം ലാർസ ഒരു മയക്കുമരുന്ന് ഇടപാടിൽ ഉൾപ്പെട്ട് കാണും. അതുമൂലം അവരുമായിട്ട് വലിയ പ്രശ്നമുണ്ടായി. ആ മയക്കുമരുന്ന് വ്യാപാരികളായിരിക്കും ലാർസിനെ കൊലപ്പെടുത്തിയത്. ഇതിനെ പിന്തുണയ്ക്കുന്ന ചില വാദങ്ങൾ ഇതാണ്: അന്ന് മക്ഡൊണാൾഡ്സിൽ നിന്നും കാണാതായതിൻ്റെ അടുത്ത ദിവസം രാവിലെയാണ് അവൻ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നത്. തൻ്റെ സുഹൃത്തുക്കളോട് നാട്ടിലേക്ക് പൊയ്ക്കോളൂ, താൻ പിന്നാലെ വന്നുകൊള്ളാമെന്ന് പറഞ്ഞതും ഇതുമൂലമാണ്. തൻ്റെ പ്രശ്നത്തിൽ അവരെയും ഉൾപ്പെടുത്തണ്ട എന്നവൻ വിചാരിച്ചു കാണും. എയർപോർട്ട് വിട്ട് പുറത്തു വന്നതും അവനെ അവർ കൊലപ്പെടുത്തിയിരിക്കാം. തിയറി നമ്പർ 5. ഈ തിയറി പ്രകാരം ബാറിലുണ്ടായ പ്രശ്നമാണ് എല്ലാറ്റിനും കാരണം. ആ ഗ്രൂപ്പ് തന്നെയാണ് ലാർസിനെ അടിക്കുവാനായിട്ട് ആളുകളെ ഏർപ്പാടാക്കിയത്. അവരുടെ ആക്രമണത്തിൽ ലാർസിന് തലയിൽ ശക്തമായിട്ടുള്ള അടിയേറ്റിരിക്കാം. അതുകൊണ്ട് അവൻ്റെ ബോധം പോയിരിക്കാം. അതുകൊണ്ടാണ് ഹോട്ടലിലേക്ക് വരുവാനായിട്ട് വൈകിയത്. അതിനുശേഷം ഡോക്ടറെ കണ്ടവൻ മരുന്ന് കഴിച്ചു. ആ ടാബ്ലറ്റുകൾ സാധാരണ ടാബ്ലറ്റുകൾ ആണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ റിയാക്ഷൻ മൂലം ലാർസിന് ആദ്യമായിട്ട് പാരനോയ എന്ന അവസ്ഥ ഉണ്ടായി കാണും. അതുകൊണ്ടായിരിക്കണം അയാൾ വളരെ വിചിത്രമായിട്ട് പെരുമാറിയത്. പാരനോയ ബാധിച്ചാൽ അത് അമിതമായിട്ടുള്ള ഭയം ഉണ്ടാക്കും. ആരെ കണ്ടാലും ഇവർ നമ്മളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് അവർക്ക് തോന്നും. അതുകൊണ്ടാണ് ആ കൺസ്ട്രക്ഷൻ വർക്കറെ കണ്ടതും എയർപോർട്ടിൽ നിന്നും അയാൾ പേടിച്ചോടിപ്പോയത്. തൻ്റെ അമ്മയെ ഫോൺ വിളിച്ച് വിചിത്രമായിട്ട് സംസാരിച്ചതും ഇതുകൊണ്ടാണ്. ലാർസ് മിട്ടാങ്ക് ഇതിനു മുൻപ് മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഹിസ്റ്ററിയും അയാൾക്കില്ല. ഈ 5 തിയറികളിൽ ഏതാണ് സത്യമെന്ന് ആർക്കും അറിയില്ല. ലാർസ് മിട്ടാങ്കിൻ്റെ അമ്മ സാന്ദ്ര മിട്ടാങ്ക് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്.
തൻ്റെ മകനെ കണ്ടെത്തുവാനായിട്ട് ഇപ്പോഴും ശ്രമിക്കുന്നു. 2014 ലാർസിനെ കാണാതായത് മുതൽ ഇന്നുവരെ സാന്ദ്ര അവനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല. ജർമ്മനിയിലെയും ബൾഗേറിയയിലെയും വിവിധ മാധ്യമങ്ങളിലൂടെ അവർ നിരന്തര സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. ലാർസിന് ഓർമ്മശക്തി നഷ്ടപ്പെട്ട് കാണുമെന്നും അവൻ ഇപ്പോഴും എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. മകനെ കണ്ടെത്തുവാനായിട്ട് അവർ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററെ നിയമിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ ലാർസിനെ കണ്ടെത്തുവാനായിട്ട് ഫൈൻഡ് ലാർസ് മിറ്റാങ്കെ എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് അവർ നടത്തുന്നുണ്ട്. അവനെക്കുറിച്ച് പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ആരെങ്കിലും അവനെ കണ്ടോ എന്നറിയുവാനായിട്ട് എല്ലാ ദിവസവും ഈ പേജ് അവർ പരിശോധിക്കാറുണ്ട്. സാന്ദ്ര മിറ്റാങ്കിൻ്റെ ഈ പോരാട്ടം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. തൻ്റെ മകൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന വിശ്വാസത്തിലാണ് അവർ ഇന്നും ജീവിക്കുന്നത്. 2014 ജൂണിൽ ലാർസിനൊപ്പം ബൾഗേറിയയിലേക്ക് പോയ സുഹൃത്തുക്കളിൽ പ്രധാനപ്പെട്ട 2 പേർ ഇവരാണ്: ടിം ഷുൾട്ട്, പോൾ റോഹ്മാൻ. ഇവർ ഹൈസ്കൂൾ കാലം മുതൽ ലാർസിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അന്നുണ്ടായ കാര്യങ്ങളും മറ്റും അവർ പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ്: യാത്രയിൽ ഉടനീളം ലാർസ് വളരെ സന്തോഷവാനായിരുന്നു. എങ്കിലും അവൻ വളരെ കുറച്ച് മാത്രമാണ് ആഹാരം കഴിച്ചത്. ഒരു ചെറിയ ബൗൾ സൂപ്പോ സാലഡോ മാത്രമായിരുന്നു അവൻ്റെ ആഹാരം. ചിലപ്പോൾ വയറ് കേടാക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കാം. ഡോക്ടർ ലാർസിനോട് വിമാനയാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ സുഹൃത്തുക്കൾ അവനോടൊപ്പം അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ലാർസ് അതിന് സമ്മതിച്ചില്ല. തനിക്ക് കുഴപ്പമില്ലെന്നും അവരോട് നാട്ടിലേക്ക് പോയിക്കോളൂ എന്നുമാണ് അവൻ പറഞ്ഞത്. ഈ കൂട്ടുകാർ അന്ന് ലാർസിനെ വിട്ടുപോയതിൽ ഇന്നും വലിയ കുറ്റബോധം അനുഭവിക്കുന്നവരാണ്. ലാർസിന്റെ തിരോധാനത്തിന് ശേഷം ജർമ്മൻ ടെലിവിഷൻ ചാനലുകൾക്ക് നൽകിയ ഇന്റർവ്യൂകളിൽ അന്ന് അവിടെ അവനെ തനിച്ചാക്കി പോയതാണ് തങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് അവർ വളരെ വികാരാധീനരായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2014 ജൂലൈ 8 വെർണ എയർപോർട്ടിൽ നിന്നും എവിടേക്കോ ഓടിപ്പോയ ലാർസ് മിട്ടാങ്ക് ഇപ്പോൾ എവിടെയാണ്? എന്തിനാണ് അവൻ ഓടിപ്പോയത്? എന്താണെന്ന് സംഭവിച്ചത്? അവൻ വളരെ വിചിത്രമായിട്ട് പെരുമാറിയതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? ലാർസ് ഇപ്പോഴും ജീവനോടെയുണ്ടോ, അതോ ആരുടെയെങ്കിലും കൈകൊണ്ട് കൊല്ലപ്പെട്ടോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഇതൊരു സമസ്യയായിട്ട് ഇന്നും അവശേഷിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മളെ ഏറ്റവും അസ്വസ്ഥരാക്കുന്ന ഭാഗം ഇതാണ്: ലാർസിന്റെ വീഡിയോ ഫൂട്ടേജ്. അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിരവധി ചോദ്യങ്ങൾ ഉയരും. എന്തിനായിരിക്കും അവൻ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് ഓടിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ അവിടെയുള്ള പോലീസ് ഓഫീസർമാരോട് അവന് സഹായം ചോദിക്കാമായിരുന്നു. അതും കൂടാതെ ആ എയർപോർട്ടിൽ വേറെയും നിരവധി ആളുകൾ അപ്പോഴുണ്ടായിരുന്നു. അവരിൽ ആരോടെങ്കിലും അയാൾക്ക് സഹായം ചോദിക്കാമായിരുന്നു. എന്തുകൊണ്ട് അവനത് ചെയ്തില്ല? ലാർസിന് എന്തായിരിക്കും അന്ന് സംഭവിച്ചത്? നിങ്ങൾ ഇതേക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? ഈ കേസിൽ നിങ്ങളുടെ തിയറി എന്താണെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക.